ആഗോള വിപണിയുമായിട്ടും അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കാനായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Good morning, Anla. Good morning, viewers. സാർ, ആദ്യം തന്നെ യുവ വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് യുവ സൂചികളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഏപ്രിൽ 9 ശേഷമുള്ള മികച്ച ഒരു ക്ലോസിംഗ് ആണ് ഡൗ ജോൺസ് സൂചികയ്ക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5%, കൃത്യമായി പറയുന്നത് 0.85% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 39,387.76 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാൻ ഡൗ ജോൺസിന് സാധിച്ചപ്പോൾ നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചിക 0.27% നേട്ടത്തോടെ 16,346.27 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ മാർച്ച് 21 അതിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 4 ആഴ്ച നീണ്ടു നിന്ന ഒരു നല്ല കൺസോൾട്ടേഷൻ കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗ്രാജുവൽ ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് തിരിച്ച് ഡൗ ജോൺസ് ഇൻഡെക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറിയെ തുടർന്ന് ദ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇനി ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ അടുത്ത 2 മേജർ ടാർഗറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ 39,700, അതിനെ തുടർന്ന് 40,000 പോയിന്റും, അതിനെ തുടർന്ന് 40,300 പോയിന്റും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് സിമിലർ. ഈവൻ ദോ ഇന്നലെ നമുക്ക് കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചെങ്കിൽ പോലും എൻ്റെ ഒരു അനാലിസിസ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 3 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്, ആദ്യത്തെ 18,200, അതിനെ തുടർന്ന് 18,400 ആൻഡ് അവസാനമായിട്ട് 18,600 പോയിന്റ്സ്. വരികയാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റിയിലേക്ക് വരും, പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് തന്നെ വരാം. ക്രൂഡിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ 0.5% മുന്നേറി $79.75 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡ് 0.5% തന്നെ നേട്ടം നിലനിർത്തിക്കൊണ്ട് $84.33 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇനി ഈ ഒരു കമ്മോഡിറ്റിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിയിരിക്കുക. കഴിഞ്ഞ 3 സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിക്കവറി ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ ഒരു $81-82 ആകുമ്പോഴേക്കും വീണ്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. സോ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു സസ്റ്റൈനബിൾ അപ്പ് മൂവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡിലും ഇന്ന് നല്ലൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. 0.7% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രോയ് ഔൺസിന് 2,356.7 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ട ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ഓൾസോ ഹാസ് ടേൺഡ് ബുള്ളിഷ്. സ്വർണത്തിന്റെ കേസിൽ അടുത്ത 2 മേജർ ടാർഗറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ $2,380, അതിനെ തുടർന്ന് $2,400. സർ, ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടൊരു സെഷൻ ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ വിക്സ് അടക്കമുള്ള ഇന്ത്യ വിക്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സൈക്കോളജിക്കൽ ലെവലായ 22,000 എന്നൊരു മാർക്കും കൈവിട്ടുകൊണ്ട് 21,957 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഡൗൺ ട്രെൻഡ് തുടരുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ ഡൗൺ ട്രെൻഡ് ഉണ്ടെന്ന് ഉള്ളൊരു ഐ ഡോണ്ട് അഗ്രി വിത്ത് ദ ടേം ഡൗൺ ട്രെൻഡ്. കാര്യം
നിഫ്റ്റി 50യുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് നമുക്ക് നല്ല നേട്ടം നൽകിയിരിക്കുന്ന ഒരു ഇൻഡെക്സ് നിഫ്റ്റി 50. ആൻഡ് നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 22,794 പോയിന്റിൽ. അതിനെ തുടർന്ന് കഴിഞ്ഞ 5 സെഷൻസിൽ വി ആർ സീയിങ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഒരു വിധത്തിലും ലോങ് ടേം ട്രെൻഡിനെ ബാധിച്ചിട്ടില്ല. ആൻഡ് 22,000 പോയിന്റ് എന്നുള്ളത് ഒരു മികച്ച ഒരു സപ്പോർട്ട് ലെവൽ ഒന്നും തന്നെ അല്ല. ദ മേജർ സപ്പോർട്ട് ഫോർ നിഫ്റ്റി 50 21,700 പോയിന്റിലാണ് കാണുന്നത്. 21,700 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അതിനൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ടൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തുടക്കം മുതൽ ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% ഇടിഞ്ഞ് 47,487.9 എന്ന നിലയിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഇൻഡെക്സിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ ഏപ്രിൽ 30 ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 49,974 പോയിന്റിൽ. ആൻഡ് സിൻസ് ദെൻ കനത്തൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇത്രയും വലിയൊരു സെൽ ഓഫിന്റെ പ്രധാന കാരണം is HDFC Bank. HDFC Bank has been a big disappointment because even HDFC ബാങ്കിന്റെ കേസിൽ ഞാൻ ഒരു വലിയ റിക്കവറി, പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ 1545 റെസിസ്റ്റൻസ് HDFC ബാങ്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ HDFC ബാങ്കിന്റെ കേസിൽ ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് 1420 രൂപ. സോ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ആക്സിസ് ബാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൽ വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ട്രേഡിങ്ങിൽ ആക്സിസ് ബാങ്കിന് 1140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല റിക്കവറി ആക്സിസ് ബാങ്കിൽ അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് എക്സ്പെക്ട് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ 825 റുപ്പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നല്ലൊരു സപ്പോർട്ട് നൽകുന്നതായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം കോട്ടക് ബാങ്ക് വീണ്ടും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കോട്ടക് ബാങ്കിന്റെ കേസിൽ 1680 രൂപയ്ക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് കോട്ടക് ബാങ്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ICICI ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ മൈ എക്സ്പെക്ടേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക് ആൻഡ് ICICI ബാങ്ക് ആയിരിക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് സപ്പോർട്ട് നൽകാൻ പോകുന്നത്. ഇൻ ദ കേസ് ഓഫ് ICICI ബാങ്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1135 രൂപ. സർ, അതിനോടൊപ്പം തന്നെ FMCG സെഗ്മെന്റിലേക്ക് കൂടി സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നലെ ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് FMCG സെഗ്മെന്റിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. FMCG സെഗ്മെന്റുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? FMCG സെഗ്മെന്റ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറായിരുന്നു FMCG. ആൻഡ് ആ FMCG സെക്ടറിൽ നമ്മൾ മേജർ സ്റ്റോക്സ് ആയി ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് FMCGയിൽ നല്ലൊരു ടേൺ റൗണ്ട്, പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് 3 സെഷൻസ് മുൻപായിരുന്നു പുതിയൊരു ടോപ്പ് നമുക്ക് കാണാൻ സാധിച്ച 56,100 പോയിന്റിന്റെ അടുത്ത്. ആൻഡ് സിൻസ് ദെൻ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ടായി. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ 2280 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് മേജർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2365 രൂപയിൽ. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിൽ നമുക്കൊരു 100 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ടാറ്റ കൺസ്യൂമർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് പാറ്റേണാണ് കാണുന്നത്. 1070 രൂപയിൽ മേജർ സപ്പോർട്ടുണ്ട്.
ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ഇന്നലത്തെ ട്രേഡിംഗിൽ FMCG സെക്ടറിൽ ഏറ്റവും വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ITC ആയിരുന്നു. കാര്യം ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് കൺസോൾട്ടേഷൻ നടത്തി പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ITC. ITCയിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 420 രൂപയിൽ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് പുതിയൊരു ബൈയിങ് ചെയ്യണമെങ്കിൽ 445 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സർ, അതിനോടൊപ്പം തന്നെ IT സെഗ്മെന്റിൽ നിന്നുള്ള KPIT ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. KPIT ടെക്നോളജി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 1% അടുത്ത് ഇടിവിൽ 1485 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 12-ാം തീയതി രേഖപ്പെടുത്തിയ 1764 രൂപയാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു 3 മാസങ്ങളായിട്ട് ഈ ഒരു ഓഹരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. KPITയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ അവസരം താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. KPIT ഒരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് KPITയുടെ കേസിൽ കഴിഞ്ഞ 4 സെഷൻസിൽ നല്ലൊരു ഹെൽത്തി കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. KPITയുടെ കേസിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1523 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1540, അതിനെ തുടർന്ന് 1580, അതിനെ തുടർന്ന് 1620 രൂപയിലും ആയിരിക്കും. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി പ്രണവ് എന്ന പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 27.25 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് 26 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടത്തില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 28 രൂപ 50 പൈസ മുതൽ 29 രൂപ 50 പൈസ വരെ ഒരു നല്ല റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാം. ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ നാൽക്കോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം വിലയിരുത്തൽ എന്താണ്? നാൽക്കോയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ട് തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 165 രൂപയിലുള്ള സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. ഇഫ് ദ സപ്പോർട്ട് അറ്റ് 165 നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാം. ഷാജി എന്ന പ്രേക്ഷകൻ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% ഇടിഞ്ഞ് 2716 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ബൈയിങ് അവസരം താങ്കൾ കാണുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ തൽക്കാലം കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ബട്ട് 2 ദിവസം മുൻപ് ഈ ക്വാർട്ടർലി റിസൾട്ട് വന്നതിനെ തുടർന്ന് വീണ്ടും ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഈ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്ക് റീവിസിറ്റ് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ടാറ്റ ടെക്നോളജിയാണ്. ടാറ്റ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 1.5% ഇടിഞ്ഞ് 1014 രൂപ എന്നൊരു നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ടാറ്റ ടെക്നോളജി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ അഗെയിൻ ടാറ്റ ടെക്നോളജി ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയെ മാറുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ബട്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോഴേക്കും ഫൈനാൻഷ്യൽ പെർഫോമൻസ് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു.
കഴിഞ്ഞ 3 സെഷൻസിൽ കണ്ടിരിക്കുന്ന സെൽ ഓഫിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിയിരിക്കുകയാണ്. സോ അറ്റ് ദ മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ലെറ്റ് us വെയിറ്റ് ഫോർ ദ സ്റ്റോക്ക് ടു ബോട്ടം ഔട്ട്. സർ, സാരംഗ് എന്ന പ്രേക്ഷകൻ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിഞ്ഞ് 121.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ Q4 റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. PNBയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി വെരി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം ബെയറിഷ്നെസ് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 117 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അമരരാജയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. അർജുൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അമരരാജ ബാറ്ററി നോക്കുമ്പോഴേക്കും മാർച്ച് മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 740 രൂപയിൽ. ആൻഡ് കഴിഞ്ഞ മാസം ഈ ഒരു സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിരുന്നു 1202 രൂപ വരെ. ആൻഡ് സിൻസ് ദെൻ കഴിഞ്ഞ 10 ദിവസത്തിൽ ഇതൊരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1050 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 1150 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് TV18 ബ്രോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 5% അടുത്ത് ഇടിഞ്ഞ് 41.65 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. TV18 ബ്രോഡ്കാസ്റ്റിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. പൊതുവെ നമ്മൾ ഇത്തരം സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിലൊക്കെ ഹൈ റിസ്ക്, അതായത് ഇപ്പോൾ ZTV ആകട്ടെ TV18 ആകട്ടെ, സോ ഇത്തരം സ്റ്റോക്ക് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് പോർട്ട്ഫോളിയോയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. TV18 സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ട്രൈ ടു ക്ലോസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ജിബിൻ എന്ന പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% ഇടിഞ്ഞ് 7600 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അപാറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അപാർ കഴിഞ്ഞ ആഴ്ചയായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ 8100 ലെവൽ വരെ എത്തിയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് 6900 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ടിൽ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യപ്പെടത്തില്ല. ബട്ട് ഈ സ്റ്റോക്ക് തിരിച്ച് 8100 ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നിതിൻ എന്ന പ്രേക്ഷകൻ അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 3.25% ഇടിഞ്ഞ് 1715 രൂപ എന്നൊരു നിലയിലാണ്. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? അദാനി ഗ്രീനിൽ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ടു ബെയറിഷ്നെസ് ആണ് കാണിച്ചു വയ്ക്കുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1680 രൂപയിൽ സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഇന്ന് എടുക്കാനായിട്ട് ഒരു അവസരവും കാണുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ മധു എന്ന പ്രേക്ഷക പെട്രോനെറ്റ് LNGയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% അടുത്ത് ഇടിഞ്ഞ് 295.3 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പെട്രോനെറ്റ് LNGയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ പെട്രോനെറ്റ് LNG നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 285 രൂപയിൽ ഒരു സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 315 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം.
നജീം എന്ന പ്രേക്ഷകൻ FACTയുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. FACTയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 3.5% ഇടിഞ്ഞ് 651.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. FACTയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ FACTയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. FACTയുടെ കേസ് എടുക്കുമ്പോഴേക്ക് 700 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ 10 ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ സൂക്ഷിച്ച് എല്ലാ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. 700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു നല്ലൊരു ബൈയിങ് അവസരം ലഭിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 620 രൂപയുടെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ലാർസൻ ആൻഡ് ട്യൂബ്രോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 5% ഇടിഞ്ഞ് 3289.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. LNTയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമുക്ക് നിഫ്റ്റി 50യിൽ ആ ഒരു വോളറ്റിലിറ്റി, ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയാക്കിയ ഒരു സ്റ്റോക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രി. സോ അൺഫോർച്ചുനേറ്റ്ലി LNTയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഓൾറെഡി ബെയറിഷ് ആൻഡ് ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ 3240 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3240 രൂപയുടെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ 3440, 3480 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ലെവലും ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ സ്മിത എന്ന പ്രേക്ഷക IREDയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? IREDA ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് മൊമെന്റം നമുക്ക് കാണണമെങ്കിൽ 178 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യപ്പെടണം. സോ അൺലെസ് ആൻഡ് അൺടിൽ 178 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആനി എന്ന പ്രേക്ഷക LICയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിഞ്ഞ് 903.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. LICയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ LICയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 850 റുപ്പീസ്. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 980 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓൺലി ദെൻ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ജയകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% ഇടിഞ്ഞ് 359.3 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ലെവൽ 340. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 380 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 400 രൂപയിലായിരിക്കും. മാനുവൽ എന്ന പ്രേക്ഷകൻ ഡിക്സണുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്സൺ ടെക്നോളജീസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 1.5% ഇടിവ് രേഖപ്പെടുത്തി 8279.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിക്സൺ ടെക്നോളജിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഡിക്സൺ ടെക്നോളജിയുടെ അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി വാല്യൂഡ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8250 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക.
യെസ് സാർ, ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സും എക്സ്പെക്ടേഷൻസും അതിനോടൊപ്പം തന്നെ അനാലിസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.